morning. Next topic is some theorems on probability. അപ്പോൾ നമ്മൾ എന്താണ് പ്രോബിലിറ്റി ഡെഫിനിഷൻസ്, അതായത് 3 ഡെഫിനിഷൻസ് കണ്ടു. ഫസ്റ്റ് ക്ലാസിക്കൽ ഡെഫിനിഷൻ, സെക്കൻഡ് എംപിരിക്കൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ, തേർഡ് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. നെക്സ്റ്റ് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിക്ക് ശേഷം നമ്മൾ കുറച്ച് ഫണ്ടമെൻ്റൽസ് തിയറം ഓൺ പ്രോബബിലിറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രോബബിലിറ്റി ഓഫ് ഇമ്പോസിബിൾ ഇവൻ്റ് ഈസ് 0. ദാറ്റ് ഈസ് P of phi. P of phi ഈക്വൽ ടു 0. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കറിയാം എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. അപ്പോൾ സാമ്പിൾ സ്പേസ് ആൻഡ് ഫൈ ഇസ് ദ നൾ സെറ്റ്, നൾ ഇവൻറ്റ്. അതായത് ഇവൻ കണ്ടെയ്ൻസ് നോ എലിമെൻറ്റ്സ്, ഒരു എലിമെൻറ്റും ഇല്ലാത്തൊരു സെറ്റ് ആണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് യൂണിയൻ ഫൈ എന്ന് പറഞ്ഞാൽ, അതായത് സാമ്പിൾ സ്പേസിനോട് കൂടെ ഒരു നൾ ഇവൻറ്റ് ഓർ നൾ സെറ്റ് ആഡ് ചെയ്താൽ, ആ ഒരു ഏത് സെറ്റിനോടും നൾ സെറ്റ് ആഡ് ചെയ്താൽ ആ സെറ്റിന് മാറ്റം വരുന്നില്ല. നൾ സെറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത സെറ്റാണ്, 0 സെറ്റാണ്, 0 എലിമെൻറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ അതിനോട് 0 ആഡ് ചെയ്താൽ അത് തന്നെ, അതായത് എസ് യൂണിയൻ ഫൈ ഈക്വൽ ടു എസ്. രണ്ട് സൈഡിലും പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? പി ഓഫ് എസ് യൂണിയൻ ഫൈ ഈക്വൽ ടു പി ഓഫ് എസ്. ആൻഡ് തേർഡ് ആക്സിയം ഓൺ പ്രോബബിലിറ്റി, പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇവിടെ എസ് ആൻഡ് ഫൈ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. രണ്ട് എലിമെൻറ്റ്സ് സെറ്റിനും എസ്സിനും ഫൈക്കും സാമ്പിൾ സ്പേസിനും നൾ സെറ്റിനും കോമൺ എലിമെൻറ്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അത് രണ്ടും ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് ആണ്. സോ പി ഓഫ് എസ് യൂണിയൻ ഫൈ ഈക്വൽ ടു പി ഓഫ് എസ് പ്ലസ് പി ഓഫ് ഫൈ വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള പി ഓഫ് എസ്. സോ പി ഓഫ് ഫൈ ഈക്വൽ ടു, ഈ ലെഫ്റ്റ് സൈഡിലുള്ള പി ഓഫ് എസിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, പി ഓഫ് എസ് മൈനസ് പി ഓഫ് എസ് ആൻഡ് പി ഓഫ് ഫൈ ഈക്വൽ ടു 0. പി ഓഫ് എസ് മൈനസ് പി ഓഫ് എസ് ഈക്വൽ ടു 0. ദെർഫോർ പി ഓഫ് ഫൈ ഈക്വൽ ടു 0. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് പി ഓഫ് എസിന് 1 സെക്കൻഡ് ആക്സിയം അപ്ലൈ ചെയ്യാം. പി ഓഫ് എസ് പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് ഈസ് 1 എന്നുള്ള സെക്കൻഡ് ആക്സിയം അപ്ലൈ ചെയ്താലും ഈ പി ഓഫ് എസ് യൂണിയൻ ഫൈ ഈക്വൽ ടു പി ഓഫ് എസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് തേർഡ് ആക്സിയം അപ്ലൈ ചെയ്യുക, പി ഓഫ് എസ് പ്ലസ് പി ഓഫ് ഫൈ ഈക്വൽ ടു പി ഓഫ് എസ് കിട്ടും. അതിന് ശേഷം പി ഓഫ് എസ്സിന് 1 എന്ന് കൊടുക്കുക, സെക്കൻഡ് ആക്സിയം അപ്ലൈ ചെയ്തിട്ടും ചെയ്യുക. അപ്പോൾ എന്താണ് 1 പ്ലസ് പി ഓഫ് ഫൈ ഈക്വൽ ടു 1. സോ പി ഓഫ് ഫൈ ഈക്വൽ ടു 1 മൈനസ് 1, 1 മൈനസ് 1 0. ആ രീതിയിലും ചെയ്യാം. നെക്സ്റ്റ് തിയറാണ് തിയറം 2. P of A complement equal to 1 minus P of A. A is an event. A complement is the complementary event of A. A ഒരു ഇവൻ്റ് ആണ്. A complement എന്ന് പറയുന്നത് another event ആണ്. A union A complement equal to S. P of A union A complement equal to P of S. P of A plus P of A complement equal to P of S equal to 1 ആണ് ബൈ ദ സെക്കൻഡ് ആക്സിയം. അപ്പോൾ ഫസ്റ്റ് എന്താണ് തേർഡ് ആക്സിയം അപ്ലൈ ചെയ്യുന്നു. പി ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. നമ്മൾ തൊട്ട് മുകളിലത്തെ എസ് യൂണിയൻ ഫൈയിൽ പി ഓഫ് എസ് പ്ലസ് പി ഓഫ് ഫൈ എന്ന് കൊടുത്ത പോലെ തന്നെയാണ് പി ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് കൊടുക്കുന്നത്. അത് തേർഡ് ആക്സിയം അപ്ലൈ ചെയ്തു. പിന്നെ പി ഓഫ് എസിൻ്റെ 1 എന്നുള്ളത്, പി ഓഫ് എസ് ഈക്വൽ ടു 1 എന്നുള്ള സെക്കൻഡ് ആക്സിയം അപ്ലൈ ചെയ്തു. സോ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. അതായത് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എസ് എന്നുള്ള കോൺസെപ്റ്റാണ് ഫസ്റ്റ് നമ്മൾ ടേക്ക് ചെയ്യുന്നത്. അതായത് എയിലുള്ള എലിമെൻസും എയിലില്ലാത്ത ബാക്കി എലിമെൻറ്റ്സ് കംപ്ലീറ്റ് എടുത്താൽ സാമ്പിൾ സ്പേസ് കംപ്ലീറ്റ് ആയി. എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എസ്.
പിന്നെ പ്രോബിലിറ്റി രണ്ട് സൈഡിൽ അപ്ലൈ ചെയ്യുന്നു, സെക്കൻഡ് ആൻഡ് തേർഡ് ആക്സി അപ്ലൈ ചെയ്യുന്നു, ജസ്റ്റ് എന്താണ് അരിത്മെറ്റിക് ഓപ്പറേഷൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നു. പി ഓഫ് എ ഫോർ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. നെക്സ്റ്റ് ഉള്ളതാണ് ഈ ഒരു സെക്കൻഡ് തിയറത്തിൽ നിന്നും വരുന്ന ഒരു തിയറാണ്, അതായത് കൊറോളറി. ഫോർ എനി ഇവൻറ്റ് എ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എനി ഇവൻറ്റ് എ, ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ദാറ്റ് ഇവൻറ്റ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 എന്നുള്ളതാണ് നെക്സ്റ്റ് തിയറം. ഫോർ എനി ഇവൻറ്റ് എ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ പി ഓഫ് എ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. അതിൻ്റെ പ്രൂഫ് നോക്കുക. നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള സെക്കൻഡ് തിയറത്തിൻ്റെ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ആണ് കൺസിഡർ ചെയ്യുന്നത്, ഓർ പി ഓഫ് എ ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്താ പി ഓഫ് എ എന്ന് പറയുന്നത് 1ൽ നിന്നും പി ഓഫ് എ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബിലിറ്റി മൈനസ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് പി ഓഫ് എയേക്കാളും വലുതാണ് 1. പി ഓഫ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാളും ചെറുതാണ്. ഒരു ക്വാണ്ടിറ്റി, ഒരു പ്രോബിലിറ്റി അതിൻ്റെ അകത്തുനിന്ന് മൈനസ് ചെയ്യുന്നുണ്ട്. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്ന പ്രോബിലിറ്റി മൈനസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 1നേക്കാളും ചെറുതായിരിക്കും പി ഓഫ് എ. ദറ്റ് ഈസ് പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ഇക്വേഷൻ നമ്പർ 1. ഓൾസോ പി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അത് നമുക്കറിയാം ബൈ ആക്സിയം 1, ഇക്വേഷൻ നമ്പർ 2. Combining 1 and 2 we get 0 less than or equal to P of A എന്ന് ആക്സിയം 1ൽ നിന്നും ഇക്വേഷൻ 2ൽ നിന്നും നമുക്ക് എഴുതാം. 0 less than or equal, അതായത് P of A greater than or equal to 0 implies 0 less than or equal to P of A and P of A less than or equal to 1. So we get 0 less than or equal to P of A less than or equal to 1. നെക്സ്റ്റ് തിയറാണ് തിയറം 3. ഫോർ ഇൻ 2 events A and B, P of A complement intersection B equal to P of B minus P of A intersection B and P of B complement intersection A equal to P of A minus P of A intersection B. For any 2 events A and B. അപ്പോൾ നമ്മൾ വെൻ ഡയഗ്രാം വരക്കണം. ഇതാണ് വെൻ ഡയഗ്രാം. എയും ബിയും, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പാർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇൻ്റർസെക്ഷൻ പാർട്ടിൽ വെച്ചിട്ടുള്ള, അപ്പോൾ അതിൻ്റെ ജോയിൻ ചെയ്യുന്ന പാർട്ടാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. പിന്നെ എയിൽ എ ഇൻ്റർസെക്ഷൻ ബി ഇല്ലാത്ത ബാക്കി പാർട്ട് എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, ബി ഇല്ലാത്തത്. അതേപോലെ എ കോംപ്ലിമെൻറ്റ് ബിയിലുള്ള ബാക്കി പാർട്ട്, എ ഇൻ്റർസെക്ഷൻ ബി ഒഴിച്ചുള്ള ബാക്കി ആ ഒരു എന്താണ് നട്ട്സിൻ്റെ ഷേപ്പിൽ വരുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും ഡിസ്ജോയിൻ്റ് ആണ്. ബിയിൽ നോക്കുക, എ ബി എന്ന് പറയുന്ന സെറ്റ് നോക്കുക. അതിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നതും പിന്നെ അതിൻ്റെ ആ ഇൻ്റർസെക്ഷൻ പാർട്ട്, പിന്നെയുള്ള ബിയുടെ ബാക്കി പോർഷൻ, അത് രണ്ടും ഡിസ്ജോയിൻ്റ് ആണ്. അതിന് രണ്ടിനും കോമൺ ആയിട്ടില്ല. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള പാർട്ടാണ്, ജോയിൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ എയും ബിയും ജോയിൻ്റ് ആണ്, പക്ഷേ എ ഇൻ്റർസെക്ഷൻ ബിയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും ഡിസ്ജോയിൻ്റ് ആണ്. സോ അതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടുക ഏതാ, എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഓർ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പോർഷൻ, അത് രണ്ടും ആഡ് ചെയ്താൽ ഏത് സെറ്റാണ് കിട്ടുക, ബി എന്ന് പറയുന്ന സെറ്റാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ സോ ബി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. രണ്ട് സൈഡിലും പ്രോബിലിറ്റി അപ്ലൈ ചെയ്യാം. പി ഓഫ് ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഇനി തേർഡ് ആക്സി അപ്ലൈ ചെയ്യാം.
റൈറ്റ് സൈഡിൽ. അപ്പോൾ എന്ത് കിട്ടും? പി ഓഫ് ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. Therefore, P of A complement intersection B equal to P of B minus P of A intersection B. ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ഇതേപോലെ തന്നെയാണ് സെക്കൻഡ് ആയിട്ടുള്ള P of B intersection A ഈക്വൽ ടു P of A മൈനസ് P of A intersection B എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അത് ഇതേപോലെ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുക A ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ എ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എയിലുള്ള ഏതൊക്കെ പോർഷൻസ് ഏതൊക്കെയാണ്? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബിയും എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും ആണ് ഡിസ്ജോയിൻറ്റ്. സോ എ ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇനി രണ്ട് സൈഡിലും പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യാം. പി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് കിട്ടും. ശേഷം തേർഡ് ആക്സി അപ്ലൈ ചെയ്യുക. പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അത് അപ്ലൈ ചെയ്താൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. Therefore, P of A intersection B complement equal to P of A minus P of A intersection B. രണ്ട് തിയറവും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. P of A complement intersection B equal to P of Bയിൽ നിന്നും P of A intersection B മൈനസ് ചെയ്താൽ P of A complement intersection B കിട്ടും. അതേപോലെ തന്നെ P of B complement intersection A. A intersection B complement means B complement intersection A. B complement intersection A equal to P of A minus P of A intersection B. Okay. Next theorem ആണ് theorem 4. If B is a subset of A, then P of A intersection B complement equal to P of A minus P of B and P of B less than or equal to P of A. അപ്പോൾ B is a subset of A. അപ്പോൾ A എന്താണ്? ബിയുടെ സൂപ്പർ സെറ്റാണ്. A is a സൂപ്പർ സെറ്റ് ഓഫ് B. അങ്ങനെ ആവുമ്പോൾ A എന്ന് പറയുന്ന ഒരു സെറ്റ് അതിനകത്താണ് B വരിക അല്ലേ? A സൂപ്പർ സെറ്റാണ്, B സബ്സെറ്റാണ്. അപ്പോൾ വെൻ ഡയഗ്രാം വരക്കുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഡയഗ്രാം വരിക. എ എന്ന് പറയുന്ന ഒരു വലിയ സെറ്റ്, അതിനകത്ത് കുറച്ച് ചെറിയ സെറ്റായ ബി, അതിൻ്റെ സബ്സെറ്റായ ബി. ഓക്കെ, ഈ സബ്സെറ്റ് എപ്പോഴും ഒന്നുകിൽ ആ സെറ്റിൻ്റെ അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത്. ഒരിക്കലും സൂപ്പർ സെറ്റിനേക്കാളും വലുതായിരിക്കില്ല സബ്സെറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലില്ലാത്തതും. നമ്മൾ ആ ഷെയ്ഡഡ് പോർഷൻ കാണിച്ചത് ബിയുടെ പുറത്തേക്ക്, ബി എന്ന് പറയുന്ന അകത്തുള്ള എയുടെ അകത്തുള്ള ആ ചെറിയ സെറ്റ് കണ്ടോ? ഇനി ബിക്ക് പുറത്തുള്ള പാർട്ടാണ്, എയിലുള്ള പാർട്ടാണ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അത് പി ഓഫ് എ എന്ന് പറയുമ്പോൾ പി ഓഫ് കംപ്ലീറ്റ് ആയി, അതിൽ നിന്നും പി ഓഫ് ബി മൈനസ് ചെയ്താൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കിട്ടും. അത് വെൻ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും ബിയും കൺസിഡർ ചെയ്യാം. രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്, ഡിസ്ജോയിൻ്റ് ആണ്. ബിക്കും എക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ ഉണ്ട്, അതാണ് ബി എന്ന് പറയുന്നത്. പക്ഷേ ബിക്കും എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിനും കോമൺ ആയിട്ടുള്ള ഒരു പോർഷൻ ഇല്ല, അത് ഡിസ്ജോയിൻ്റ് സെറ്റാണ്. സോ എ രണ്ടിന് യൂണിയൻ എടുത്താൽ എ എന്ന് പറയുന്നത് കിട്ടും. സോ എ ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി. രണ്ട് സൈഡിലും പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യാം. പി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് ബി. Therefore, P of A intersection B complement equal to P of A minus P of B. Also, P of A greater than or equal to 0. നമുക്കറിയാം ഫസ്റ്റ് ആക്സിയം എന്ന് പറയുന്നത് ഫോർ എനി ഇവൻറ്റ് പ്രോബിലിറ്റി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.
സോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് വേറൊരു ഇവൻ്റാണ്. അതിൻ്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു പി ഓഫ് എ മൈനസ് പി ഓഫ് ബി. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പി ഓഫ് എ മൈനസ് പി ഓഫ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇംപ്ലൈസ് പി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ബി മൈനസ് പി ഓഫ് ബി ഇനീക്വാളിറ്റിയുടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്താവും? പി ഓഫ് എ മൈനസ് പി ഓഫ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് പി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് ബി വരും. ദറ്റ് ഈസ് പി ഓഫ് ബി. Therefore, P of A greater than or equal to P of B implies P of B less than or equal to P of A. P of A greater than or equal to P of B എന്ന് പറയുന്നതിന് സെയിം ആണ് P of B less than or equal to P of A എന്ന് പറയുന്നതും. ഓക്കെ, hence the proof.